മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അനുഭവപ്പെടുന്ന കടുത്ത കുടിവെള്ളക്ഷാമത്തിനെതിരെ LDF മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം മൂന്നുമുറി ടൗൺ ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPM ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. CPI നേതാവ് ഉമ്മുകുൽസു അസീസ് അധ്യക്ഷത വഹിച്ചു. LDF മറ്റത്തൂർ പഞ്ചായത്ത് കൺവീനർ PK കൃഷ്ണൻകുട്ടി, CPM വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി PK രാജൻ, CPM മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി PS പ്രശാന്ത്, CPI മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി റോയ് കല്ലമ്പി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ CC ബിജു, വികസന സ്ഥിരസമിതി അധ്യക്ഷൻ KR ഔസേഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത ജനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഞങ്ങളിവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഏവർക്കും അറിയാം, കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇപ്പോൾ. പക്ഷേ അതിനിടയിലും ഓരോ മനുഷ്യൻ്റെയും വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് ദാഹജലം കിട്ടുന്നത്. ആ ദാഹജലം ലഭിക്കുന്നുണ്ടോ? ആ ദാഹജലം കൊടുക്കാൻ ഉത്തരവാദിത്വം സ്വാഭാവികമായും ഇവിടുത്തെ പ്രാദേശിക സർക്കാരിനാണ്. ഇവിടുത്തെ ഓരോ മനുഷ്യൻ്റെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കളക്ടറെ ഒന്ന് പോയി കാണണം, ആദിവാസി മേഖലയിലെ പാവപ്പെട്ട ആദിവാസികൾക്ക് വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നമുക്ക് നടപടി സ്വീകരിക്കണം. അതൊന്നും കേട്ടുപോകുന്നതല്ലാതെ അതിന് തുടർച്ചയായിട്ടുള്ള ഒരു ഫോളപ്പ് ഉണ്ടാകുന്നില്ല. അപ്പൊ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് നേരത്തെ ഇവിടെ പല സഹാക്കളും രൂക്ഷമാക്കുന്നതിൽ പഞ്ചായത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് BJP കാണിക്കുന്ന അലസത ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് വേനൽക്കാലം ഉണ്ടായതുകൊണ്ട് കുടിവെള്ളക്ഷാമം ഉണ്ടാകുമെന്ന എല്ലാ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ 4 പേരെ സാഷ്ടാംഗം വളഞ്ഞു നിന്നുകൊണ്ട് പിന്താങ്ങിക്കൊടുക്കുന്ന കൈപ്പറ്റി ചിഹ്നത്തിൽ ജയിച്ചു വന്ന 8 അംഗങ്ങൾ ഇന്ന് എവിടെയാണെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ, ഈ ദുരിതം നീണ്ടുകൊണ്ട്